ഒരു മുസ്ലിമായ ഒരു കോൺഗ്രസ്സുകാരൻ മുഖ്യമന്ത്രിയാകുന്നുവെങ്കിൽ അത് ഷാഫി പറമ്പിലാകാനാണ് സാധ്യത. ഭാവി മുഖ്യമന്ത്രി പദത്തിൽ UDF ജയിച്ചാൽ എത്താൻ സാധ്യതയുള്ളത് നായർ സമുദായങ്ങളിൽ അംഗങ്ങളിൽ ആരെങ്കിലും രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ അല്ലെങ്കിൽ സാക്ഷാൽ VD സതീശൻ തന്നെയോ ആകാൻ സാധ്യതയുള്ളത് കൊണ്ട് തീർച്ചയായും KPCCയുടെ തലപ്പത്ത് ഒരു ന്യൂനപക്ഷ സമുദായക്കാരൻ ഉണ്ടാവണം. തരൂർ ഇതൊന്നും കണ്ട് പേടിക്കാൻ സാധ്യതയില്ല. പക്ഷെ തരൂരിനെ മെരുക്കി കൊണ്ടുപോവുക എന്നതൊരു ജോലിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ ചാരി ഷാഫി പറമ്പിലിൻ്റെ കരങ്ങൾ വെട്ടാം എന്നായിരുന്നു ഒരു പക്ഷേ ഇടതുപക്ഷം ആഗ്രഹിച്ചത്. സതീശന് മുൻകാലങ്ങളിൽ അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡൊന്നുമില്ല. അങ്ങനെ വിദ്യാർത്ഥി ജീവിതകാലത്തോ അല്ലെങ്കിൽ പൊതുജീവിത സമയത്തോ ഒന്നും അങ്ങനെ മുട്ടം വിട്ട് നിന്ന കണ്ണൂരിലെ K. സുധാകരനെ പോലെ ഒരു നായകനല്ല VD സതീശൻ. PC വിഷ്ണുനാഥ് MLA ഉണ്ട്, KP അനിൽകുമാർ ഉണ്ട്, അതുപോലെ ഷാഫി പറമ്പിലുണ്ട്. അപ്പോൾ ഇവർ 3 പേരും ഏതെങ്കിലും ചുമതലയുള്ളവരാണ്. അപ്പോൾ അവരിൽ ആരെങ്കിലും കൊണ്ടുവന്നാൽ മറ്റുള്ളവർ തഴയപ്പെട്ടു എന്നൊരു ഫീലിംഗ് ഉണ്ടാകും. കേരള രാഷ്ട്രീയത്തിൽ ചെന്നിത്തലയുടെ സ്ഥാനം അടയാളപ്പെടുത്തി കൊടുക്കണം. അത് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വേണം. കാരണം ആരുടെ ഈഗോ ഹർട്ട് ചെയ്യാൻ പാടില്ല. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് വാർ റൂം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകും. അതിൽ ഏറ്റവും കരുത്തനായ പങ്കാളിയായി ശശി തരൂരും ചേരുകയാണ്. പ്രമുഖ താരങ്ങളെല്ലാം തന്നെ ഈ സേനയിൽ അംഗങ്ങളായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടും കൽപ്പിച്ചാണ് കോൺഗ്രസ്. ഇക്കുറി ജയം എന്നുള്ളതിൽ കുറഞ്ഞ് മറ്റൊരു ലക്ഷ്യവും അവർക്കില്ല. അതുപോലെ തന്നെ മറ്റൊരു വിഷയം ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. KPCCക്ക് ഒരു താൽക്കാലിക പ്രസിഡന്റിനെ വേണം. സണ്ണി ജോസഫ് മത്സര രംഗത്തേക്ക് വരികയാണ്. ആരായിരിക്കും താൽക്കാലികമായി KPCCയെ നയിക്കാൻ പോകുന്നത്? പരിശോധിക്കാം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സർ. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ആദ്യം കോൺഗ്രസ് അടിമുടി ഒരു തയ്യാറെടുപ്പിൻ്റെ പാതയിലാണ്. അവരെല്ലാം വാമപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ കോമ്പറ്റീഷന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. വളരെ ശക്തമായ തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ആ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൽക്കാലികമായ ഒരാളെ തേടുന്നുണ്ട്. എല്ലാവരും സജ്ജരായി തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്ത് തോന്നുന്നു കോൺഗ്രസിൻ്റെ ഈ തിരഞ്ഞെടുപ്പിനെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നല്ലൊരു പ്രയോഗമാണ് വാർ റൂം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. യുദ്ധമുറി സജ്ജമായി കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു പ്രതീതിയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി നൽകുന്നത്. കാരണം കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ UDF സംവിധാനത്തെക്കുറിച്ച് പറയുന്നത് ഗവൺമെൻറ് ഇൻ വെയിറ്റിംഗ്. അതാണല്ലോ പാർലമെൻ്ററി സമ്പ്രദായത്തിൽ മുഖ്യ പ്രതിപക്ഷമായി നിൽക്കുന്നതാരോ അവരാവും അടുത്ത ഗവൺമെൻറ്റിനായി കുപ്പായം തയ്ച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കുപ്പായം തയ്ക്കുമ്പോൾ നാട്ടുകാർക്ക് തോന്നണമല്ലോ, ഈ കുപ്പായം ഇണങ്ങുമെന്ന് തോന്നണമല്ലോ. അതുകൊണ്ട് തങ്ങൾ സർവ്വസജ്ജരാണ്. പടച്ചട്ടയണിഞ്ഞുകൊണ്ട് ആയുധങ്ങളുമായി ബാറ്റിൽ ഫീൽഡിലേക്ക് കുതിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു രേഖാചിത്രം. ആ ചിത്രം ഇതാ KPCCയുടെ തലപ്പത്ത് മുതൽ തന്നെ മാറ്റം വരികയാണ്. ഇപ്പം നമുക്കറിയാം കോൺഗ്രസിന് ചില രീതികളുണ്ട്, അല്ലെങ്കിൽ പുതിയതായി കടന്നു വന്ന ചില രീതികളാണ്. KPCC പ്രസിഡൻറ്റ് ഒരു സ്ഥാനാർത്ഥിയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ കണ്ണൂർ ജില്ലയിൽ സണ്ണി ജോസഫ് എന്ന ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് KPCCയുടെ ഒരു തലപ്പത്ത്, ഇപ്പോൾ K. സുധാകരൻ ഇടയ്ക്ക് മാറി നിന്നതുപോലെ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. അത് മാറി നിൽക്കുമ്പോൾ പകരം താൽക്കാലിക ചുമതലക്കാരെ നൽകേണ്ടതുമുണ്ട്. അങ്ങനെയെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ നൽകാനാവില്ലല്ലോ. ശരിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ലോക്സഭയിലെ ഏതെങ്കിലും ഒരു അംഗത്തെ ആക്കുന്നതിൽ കുഴപ്പമില്ല. ഷാഫി പറമ്പിലെയോ അല്ലെങ്കിൽ ബെന്നി ബെഹനാനെയോ ഒക്കെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരാളെ ആക്കാനാവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പേര് കേൾക്കുന്നതിൽ എനിക്ക് തോന്നുന്നത് അതിനിയും ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു പക്ഷേ ബെന്നി ബെഹനാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തെ പരിഗണിച്ചു. അതുപോലെ ആൻ്റണിയെ പരിഗണിച്ചു. അതൊരു ക്രിസ്ത്യൻ ഫേസ് വേണമെന്നായിരുന്നല്ലോ. അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് നായർ സമുദായത്തിൽപ്പെടുന്ന VD സതീശനായതുകൊണ്ട് ആ ഭാവി മുഖ്യമന്ത്രി പദത്തിൽ UDF ജയിച്ചാൽ എത്താൻ സാധ്യതയുള്ളത് നായർ സമുദായങ്ങളിൽ അംഗങ്ങളിൽ ആരെങ്കിലും രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ അല്ലെങ്കിൽ സാക്ഷാൽ VD സതീശൻ തന്നെയോ ആകാൻ സാധ്യതയുള്ളത് കൊണ്ട് തീർച്ചയായും KPCCയുടെ തലപ്പത്ത് ഒരു ന്യൂനപക്ഷ സമുദായക്കാരൻ ഉണ്ടാവണം. അത് ഒരു പക്ഷേ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നൽകിയിരുന്നു. കാരണം ഉമ്മൻചാണ്ടി ആയിരുന്നല്ലോ മുൻ മുഖ്യമന്ത്രി. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒരു ക്രിസ്ത്യൻ ഫേസ് അല്ല വരുന്നത്, KPCC പ്രസിഡന്റ് സ്ഥാനത്ത് വരണം എന്നുള്ളതാണ്. അവിടെയാണ് ഈ 3 പേരിലേക്ക് ഒതുങ്ങുന്നു. അതിൽ ആൻ്റണി സമീപ ഭൂതകാലത്ത് ചെറിയ തർക്കങ്ങളിൽ, പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട് ചില ക്യാമറയുടെ മുമ്പിലൊക്കെ ചില സമയത്ത് പെട്ടുപോയാൽ
ചിലരുടെ കാര്യം തൽക്കാലത്തേക്കെങ്കിലും പരിങ്ങലാകും. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പമുള്ള ഒപ്റ്റിക്സ് അത്ര നല്ല ഒരു ഒപ്റ്റിക്സ് അല്ല ഇപ്പോഴത്തെ നിലയിൽ. അപ്പോൾ അത് ആൻ്റണിക്ക് ഒരു പക്ഷേ പ്രതിബന്ധം സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് തകർന്ന സഹകരണ ബാങ്കിൽ 2.5 കോടിയുമായി ബന്ധപ്പെട്ടുള്ള സംസാരം NM രാജുവിൻ്റെ തകർന്ന സഹകരണ സംഘത്തിൽ ഇതാണ് ഇലക്ഷൻ്റെ കണക്കുകൾ വേണ്ട രീതിയിൽ ബോധിപ്പിച്ചോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വല്പം അലോസരമുണ്ടാക്കും ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടെ സാധ്യത ബെന്നി ബെഹനാനാകാം. ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് വന്നുകൂടായികയില്ല. അതുമാത്രമല്ല KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുള്ള 3 പേരുണ്ട്. അതായത് പിന്നെ PC വിഷ്ണുനാഥ് MLA ഉണ്ട്, KP അനിൽകുമാർ ഉണ്ട്, അതുപോലെ ഷാഫി പറമ്പിലുണ്ട്. അപ്പോൾ ഇവർ 3 പേരും ഏതെങ്കിലും ചുമതലയുള്ളവരാണ്. അപ്പോൾ അവരിൽ ആരെയെങ്കിലും കൊണ്ടുവന്നാൽ മറ്റുള്ളവർ തഴയപ്പെട്ടു എന്നൊരു ഫീലിംഗ് ഉണ്ടാകും. അനിൽകുമാറും അതുപോലെ തന്നെ വിഷ്ണുനാഥും മത്സരിക്കുന്നുണ്ടല്ലോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടൂർ അനിൽകുമാർ മത്സരിക്കുന്നു, വിഷ്ണുനാഥ് കുണ്ട്രയിൽ ഒരു പക്ഷേ മത്സരിച്ചേക്കാം. അങ്ങനെയെങ്കിൽ ഷാഫി പറമ്പിൽ ഒരുപക്ഷേ മത്സരിച്ച് കൂടായികയില്ല. ഇപ്പം അങ്ങനെ കേൾക്കുന്നു ചില സംസാരങ്ങൾ, കരക്കമ്പി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. വലിയ അങ്ങനെയൊക്കെ ധർമ്മടം മണ്ഡലത്തിൽ സാക്ഷാൽ പിണറായി വിജയനെതിരെ ഇതാ വരുന്നു ജനനായകനായ ഷാഫി പറമ്പിൽ. മലബാറിലൊരു ഇതിഹാസ നായകൻ്റെ ഒരു ചിത്രമല്ലേ ഷാഫി പറമ്പിലുള്ള. പക്ഷേ ധർമ്മടത്തൊക്കെ ഈ CPM-ൻ്റെ ഒരു നോമിനി, അത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പരാജയപ്പെടുത്താനാവുമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി വിഷ്വൽ തിങ്കിങ്, അല്ലാതെ അതിൽ കൂടുതലുള്ള കാര്യമില്ല. അദ്ദേഹത്തെ ധർമ്മടത്ത് തന്നെ അവിടെ കുറച്ചുകൂടി സമയം തളച്ചിടാനാവുമോ എന്ന ചിന്തയുണ്ടാകും. രാഷ്ട്രീയമല്ലേ, ടാറ്റിക്സ് അല്ലേ, ഇത് സംസാരിക്കുന്നത് ടാറ്റിക്സ് മാത്രമാണ്. അങ്ങനെയെങ്കിൽ KPCC തലപ്പത്ത് താൽക്കാലിക മാറ്റമുണ്ടാകുന്നു. വാർ റൂമിൽ കാര്യമായ ഒരു സംവിധാനം ഒരുങ്ങുന്നു. അവിടെയാണ് സർപ്രൈസ് ചോയ്സ്. രമേശ് ചെന്നിത്തലയുടെ റോൾ എന്ത് എന്നതായിരുന്നു ഇതുവരെയുള്ള ചോദ്യം. അദ്ദേഹത്തിനൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. പ്രതിപക്ഷത്തെ ഒരു MLA, ആരിപ്പാട് മണ്ഡലത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ശരാശരി MLA എന്നതിന് മുൻ പ്രതിപക്ഷ നേതാവ്, ഇതിൽ കൂടുതൽ മുൻ മന്ത്രി അല്ലേ, മുൻ ലോക്സഭാ അംഗം, പിന്നെ AICCയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം, ഇതൊക്കെ അല്ലാതെ കേരള രാഷ്ട്രീയത്തിൽ ചെന്നിത്തലയുടെ സ്ഥാനം അടയാളപ്പെടുത്തി കൊടുക്കണം. അത് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വേണം. കാരണം ആരുടെ ഈഗോ ഹർട്ട് ചെയ്യാൻ പാടില്ല. ചെന്നിത്തലയ്ക്കല്ല യാത്രയുടെ ചുമതല. ഇപ്പോൾ എല്ലാ ഹാരങ്ങളും ഏറ്റുവാങ്ങുന്നത് VD സതീശനല്ലേ. ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട യാത്ര, പ്രതിപക്ഷത്തിൻ്റെ പുതിയ കേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പ്രതിപക്ഷത്തിൻ്റെ യാത്ര. അപ്പോൾ ആ ഒരു യാത്രയിൽ ചെന്നിത്തല അല്ല താരം, സതീശനാണ് താരം. അപ്പോൾ താരമൂല്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സതീശൻ ഒരു ബാലൻസിങ് ആക്ട് വേണം. ആരെയും ബാലൻസ്, കോൺഗ്രസ് രാഷ്ട്രീയമാണ്, വളരെ സങ്കീർണമാണ്. ബാലൻസിങ്ങിന് വേണ്ടിയുള്ള നല്ല മാർഗമാണ് പ്രചരണ സമിതിക്ക് അല്ലെങ്കിൽ വാർ റൂമിന് നേതൃത്വം കൊടുക്കാൻ രമേശ് ചെന്നിത്തല. ന്യായമാണ്, സീനിയർ നേതാവാണ്, ആരും ദോഷം പറയില്ല. പക്ഷേ സർപ്രൈസ് നോമിനി ഈസ് നൺ അതർ ദാൻ ശശി തരൂർ, കോ ചെയർമാൻ അല്ലെങ്കിൽ വൈസ് ചെയർമാൻ. കോ ചെയർമാൻ എന്നാണോ വൈസ് ചെയർമാൻ എന്നാണോ? കോ ചെയർമാൻ. അപ്പം അതുപോലെ തന്നെ തലയെടുപ്പുള്ളൂ. അപ്പം ഒരു പക്ഷേ ശശി തരൂറിന് ഗ്ലോബൽ തലയെടുപ്പാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് പാൻ ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം, കേരളം മാത്രമല്ല. അപ്പോൾ വിശ്വപൗരനെ ഒന്ന് ഗോദായിലൊന്ന് ഇറക്കിക്കിട്ടാനുള്ള പാടെ. വിശ്വപൗരൻ അങ്ങനെയെങ്കിലും വീഴുന്ന ആളല്ല. വിശ്വപൗരൻ നിരന്തരം കോൺഗ്രസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രസ്താവനയുമായി പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസ്താവന സാഹിത്യം ഒന്ന് അവസാനിച്ച് കിട്ടാൻ ഇതൊരു വഴിയാകുമെങ്കിൽ അങ്ങനെ എന്നൊരു പക്ഷേ ചിന്തിച്ചേക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, തരൂരിന് ഒരു മാസ് ഫോളോയിങ് ഉണ്ട് ഉറപ്പായി. പ്രത്യേകിച്ച് ജെൻസി കുട്ടികളുടെ ഇടയിലും അല്ലെങ്കിൽ യുവാക്കളുടെ ഇടയിലും രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ക്ലാസ് ഉണ്ട്, നോൺ പൊളിറ്റിക്കൽ ക്ലാസ് ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായം എപ്പോഴും ശശി തരൂരിന് ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കണം. ആ റെസ്പോൺസിബിലിറ്റിയിൽ അദ്ദേഹത്തെ വ്യാപൃതനാക്കണം. അങ്ങനെയാണെങ്കിൽ അതിൽ ശശി തരൂർ ഇതിനേക്കാളും വിളച്ചിലുള്ള ആളുകളെ ഐക്യരാഷ്ട്ര സംഘടനയിലും ലോകവേദികളിലും കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ ഒരു കൈ കൊടുക്കാതെ രാഹുൽ ഗാന്ധി തരൂരിന് കൈ കൊടുക്കാതെ കൈകൂപ്പാതെ അങ്ങ് പോയി എന്നൊക്കെ പറയുമ്പോൾ ഇതിനേക്കാളും വലിയത് കണ്ടിട്ടുള്ളതാ എന്നതാണ് തരൂരിൻ്റെ മനസ്സിൽ. അപ്പോൾ തരൂർ ഇതൊന്നും കണ്ട് പേടിക്കാൻ സാധ്യതയില്ല. പക്ഷെ തരൂരിനെ മെരുക്കി കൊണ്ടുപോവുക എന്നതൊരു ജോലിയാണ്. അത് ഭംഗിയായി ഇപ്പോൾ ചെയ്യുന്നു എന്ന പ്രതീതി. ചെയ്താൽ നടന്നു, പക്ഷേ ചെയ്യുന്നു. KPCC ചെയ്യാനുള്ള ചെയ്യുന്നു, കോൺഗ്രസ് ഇവിടെ ചെയ്യാനുള്ള ചെയ്യുന്നു, തരൂരിനെ അക്കോമഡേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മുഖമായി അവതരിപ്പിക്കുന്നു. അത് തരൂരിന് വേണ്ടതൊക്കെ തന്നെയാണ്. ഒരു ബഹുമാനം, ഒരു ആദരവ്, ഒരു അംഗീകാരം, അല്ല എങ്കിൽ താൻ ഉണ്ട് എന്നത്. അതല്ലാതെ കൂടെ നിൽക്കുന്നവർക്ക് ഒരു വലിയ ഒരു ബഹുമാനമില്ലാത്ത അന്തരീക്ഷത്തിൽ നിൽക്കാൻ തരൂരിനെ പോലും ഒരു അഭിമാനബോധമുള്ള ഒരാൾ തയ്യാറാവില്ല. അദ്ദേഹത്തിന് ഇതിനേക്കാളും വലിയ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടല്ലോ, ലോകം തന്നെ കോൺസ്റ്റിറ്റ്യുവൻസി അല്ലേ. കയ്യിൽ പേനായും
വായിൽ നാക്കുമുണ്ടെങ്കിൽ തരൂരിന് തരൂരിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. തരൂരിന് ആർക്കും അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ തനിക്കിത് എളുപ്പത്തിൽ തരില്ല. പറ്റില്ല. എളുപ്പം കോൺഗ്രസ് പാർട്ടിയിൽ ഇന്ന സീറ്റ് തരില്ല, ഇന്നത് തരില്ല എന്ന് പറഞ്ഞാൽ വേണ്ട. അപ്പോൾ സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്ന ആളാണ് തരൂർ. ഇവൻ ലണ്ടനിൽ പോയി അവിടെ പോയി ഇംഗ്ലീഷുകാരെ തോൽപ്പിച്ചിട്ട് വന്ന ആളാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ ചെന്ന് പറയുകയാണ്, നിങ്ങൾ ഔറംഗസീബിൻ്റെ സമയത്ത് അല്ലെങ്കിൽ മുഗൾ എംപയറിൻ്റെ അവസാന സമയത്ത് ലോക GDP-യുടെ 23% കൺട്രോൾ ചെയ്തിരുന്നത് മുഗൾ സാമ്രാജ്യമാണ്, ഇന്ത്യയാണ്. പക്ഷേ നിങ്ങൾ ബ്രിട്ടീഷുകാർ പാർലമെൻറ്റ് അങ്ങനെ നോക്കി പറയാം, ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയപ്പോൾ കേവലം 0.5% ഓഫ് ഗ്ലോബൽ ഇക്കോണമി ഈസ് ദ ഷെയർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബാക്കി ഇറ്റ് ഈസ് കോൾഡ് പ്ലണ്ടർ, തെഫ്റ്റ്, കൊളോണിയൽ പ്ലണ്ടർ. ഇത് അവിടെ ചെന്ന് പറയാൻ ധൈര്യം കാട്ടിയ തരൂരിന് തീർച്ചയായും പ്രാദേശിക രാഷ്ട്രീയം വഴങ്ങാത്തൊന്നുമല്ല. പക്ഷേ അത് ഇവിടുത്തെ താപ്പാനകളുടെ ഇടയിൽ അതുകൊണ്ടാണ് ഒരിക്കൽ കെ മുരളീധരനുമായ ഒരു ചെറിയ ഇൻഡയറക്റ്റ് വാഗ്വാദത്തിൽ പറഞ്ഞു, ഈ ചെളിക്കുണ്ടിൽ കിടക്കുന്ന പന്നിക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം കരയിൽ നിൽക്കുന്ന മാന്യനായ മനുഷ്യനുമായി ഒന്ന് മല്ലിടാൻ വളരെ ആഗ്രഹമുണ്ടാവും. പക്ഷേ അത് വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് നന്നായി വസ്ത്രം ധരിച്ച് ചെളി പുരളാതെ കരയിൽ നിൽക്കുന്ന മനുഷ്യനാണ്. ഈ കാട്ടുപന്നിയുമായിട്ട് പോരടിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് അത് ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എങ്കിൽ പോലും എന്തോ ഒരു പ്രസ്താവനയ്ക്ക് ഉള്ള മറുപടി എന്ന നിലയിൽ ലൈറ്റ് വെയിൽ പറഞ്ഞതാണ്. അദ്ദേഹം ലൈറ്റ് വെയിൽ പറയുന്നത് പോലും വിവാദമാകുന്ന കാര്യമാണ്. ഇപ്പോൾ കാറ്റൽ ക്ലാസ് എന്ന പ്രയോഗം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കി കോൺഗ്രസിനെ അല്ലെങ്കിൽ തരൂരിനെ അനുകൂലിക്കുന്നവർക്ക് അത് നമ്മൾ കണ്ടതാണ്. ഒരുപാട് പ്രയോഗങ്ങൾ, സെൻസ് ഓഫ് ഹ്യൂമർ മറ്റൊരു പ്രത്യേക തരത്തിലാണ്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഗുണമാകുമോ ദോഷമാകുമോ? തരൂരിൻ്റെ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ എത്രത്തോളം തെരഞ്ഞെടുപ്പാണ്. ഓരോ വാക്കും വീൺവാക്കായി മാറരുത്. ഒരു വാക്ക് പോലും പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത ഒന്നുപോലും, തമാശയ്ക്ക് പോലും തരൂർ ഒന്നും പറയാതിരിക്കട്ടെ എന്ന് മാത്രമേ കോൺഗ്രസ്സുകാർ ഒരു പക്ഷേ ആഗ്രഹിക്കൂ. എങ്കിലും അക്കോമഡേറ്റഡ്. ഇനിയുള്ള നോമിനീസ് മറ്റുള്ളവരുടെ പ്രചരണ ഷാഫി പറമ്പിൽ കൺവീനറാണ്. അത് വളരെ ഉജ്ജ്വലമായ കാര്യം. നിലവിൽ ഒരുപക്ഷെ സതീശനേക്കാൾ രമേശ് ചെന്നിത്തലയേക്കാൾ ജനകീയ അടിത്തറ ഉണ്ട്, പ്രത്യേകിച്ച് മലബാർ മേഖലയിലെങ്കിലും ജനകീയ അടിത്തറയുള്ള നേതാവ് ഷാഫി പറമ്പിലാണ്. ഭാവിയുടെ വാഗ്ദാനം, ഭാവിയിൽ കോൺഗ്രസ്സുകാരനായ ഒരാൾ, ഒരു മുസ്ലിമായ ഒരു കോൺഗ്രസ്സുകാരൻ മുഖ്യമന്ത്രിയാകുന്നുവെങ്കിൽ അത് ഷാഫി പറമ്പിലാകാനാണ് സാധ്യത. കാരണം ഭാവി നേതൃത്വം എന്ന നിലയിൽ വലിയ താരമൂല്യമുള്ള, ഇപ്പോൾ തന്നെ താരമൂല്യമുള്ള ഒരാളെ അവിടെ കൺവീനറാക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു നല്ല ചോയ്സാണ്. എവിടെ ഷാഫി ചെന്നാലും വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ, ഇപ്പോൾ മലബാർ മേഖലയിലൂടെ സതീശൻ്റെ യാത്ര നടക്കുമ്പോൾ അവിടെയും താരം സതീശനോളം തന്നെ തലപ്പൊക്കത്തിൽ നിൽക്കുന്നത് ഷാഫി തന്നെയാണ്. അതുകൊണ്ട് ഷാഫിയുടെ ചോയ്സ് വളരെ 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 വെൽ ചോക്ഡ് ഔട്ട് ചോയ്സാണ്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ സാറേ, ഈ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ആയിരുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയാം. സതീശനായിരുന്നു അവരുടെ നേതാവ്, മുന്നണിയുടെ നേതാവ് സതീശനായിരുന്നു എന്ന് പറയപ്പെടുന്നു. അല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഷാഫി ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ എന്നും ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആൾക്കൂട്ടം കാണുകയാണെങ്കിൽ അത് ബാധിച്ചിട്ടില്ല എന്നാണ് പറയേണ്ടത്, അല്ലേ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലെ പോലും ബാധിച്ചില്ലല്ലോ. അതാണ് പൊളിറ്റിക്കലി ബാധിച്ചു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലും വലിയ ഒരു വീരനായകന്റെ പരിവേഷമാണ്. അതായത് യഥാർത്ഥത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ ഒരാളെ ആക്രമിച്ചാൽ അയാൾക്ക് കിട്ടുന്ന സ്വാഭാവികമായ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് ജനങ്ങൾ സ്വാഭാവികമായി ജൈവികമായി നൽകുന്ന ഒരു പരിലാളനയാണ്. അദ്ദേഹം തെറ്റ് ചെയ്തു, അദ്ദേഹം സദാചാര ഭ്രംശം നടത്തി, പക്ഷേ ഇത് നടത്തുന്നവരാണ് പലരും. അതുകൊണ്ട് തങ്ങളിൽ കുറ്റമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന പഴയ ക്രിസ്തുവിൻ്റെ നിലപാട് പലരും ഇപ്പോൾ പറയുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഭാവി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് ഷാഫി പറമ്പിൽ, അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നിലയിൽ ഒരു ജനകീയ ഒരു അടിത്തറയിലേക്ക് വരും. കോൺഗ്രസിന് ശീലമില്ലാത്തൊരു മാസ് ഫോളോ. കേരളത്തിലല്ല, ദേശീയ നേതൃത്വത്തെയാണ് കോൺഗ്രസ് എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. BJP അങ്ങനെയാണല്ലോ. നരേന്ദ്രമോദി അല്ലേ, നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ സംസ്ഥാന നിയമസഭയിലേക്ക് ഒരു വോട്ട് എന്ന് BJP ചോദിക്കുന്ന പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ കോൺഗ്രസ് ഒരു വോട്ട്. അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഇവിടെ ഒരു നേതാവ്, നല്ലൊരു നേതാവ്, ഉജ്ജ്വല നേതാവ്, നല്ല ആളുകളെ ഇളക്കി മറിക്കാൻ കഴിയുന്നൊരു നേതാവ്, അങ്ങനെ വളർന്നു വന്ന രണ്ടുപേരാണ്. അവരുടെ ഒരു തലതൊട്ടപ്പനായി നിന്നത് കുറേ കാലത്തേക്ക് VD സതീശനാണ്. അതാണ് ഇടതുവശത്ത് ഷാഫി പറമ്പിലും വലതുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി യങ് ബ്രിഗേഡിൻ്റെ തലപ്പത്തെ ഹി ഹെറാൾഡഡ് ഹിസ് അറൈവൽ. അതാണ് സതീശൻ്റെ പ്രത്യേകത. അവിടെ ഒരു നിർണായക സമയത്ത് ഒരു തീരുമാനമെടുക്കേണ്ടി വന്നപ്പോൾ VD സതീശൻ ആ തീരുമാനം എടുത്തു എന്നതല്ല, എടുക്കേണ്ടി വന്നു. പക്ഷേ അതിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അതിൽ പരിഭവമുള്ള കോൺഗ്രസ്സുകാരുണ്ട്, അതിൽ പരിഭവമുള്ള ഒരുപാട് പേരുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലും പരിഭവം ഉണ്ടാകും. പക്ഷേ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ കോൺഗ്രസ് പാർട്ടിയോട് മുട്ടമിട്ട് നിൽക്കാതെ, പ്രതിഷേധിക്കാതെ അദ്ദേഹത്തിൻ്റെ ഫൈറ്റുമായി മുന്നോട്ട് പോയി. അതിന് കേരള സമൂഹം വലിയ ഒരു പിന്തുണ കൊടുത്തു.
അത് നിയമത്തിന് മുന്നിൽ കുറ്റക്കാരനാകുന്നത് വരെ വിധിക്കാൻ മാധ്യമങ്ങൾ ആരാണ്, എതിർക്കുന്ന ആളുകൾ ആരാണ്, അതെ, നിയമത്തിൻ്റെ വഴി പോകട്ടെ, അതിനൊരാൾക്ക് അവകാശമില്ലേ നിയമവാഴ്ചയിൽ എന്നാണ് മഹാഭൂരിപക്ഷം ജനതയും ചോദിക്കുന്നത്. അത് അവരിൽ കോൺഗ്രസ്സുകാരുണ്ട്, CPM-കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം ഒരാളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് അതിര് കടന്നു, ആക്രമിക്കുന്നത് ഓക്കെയാണ്, പക്ഷേ അതിര് കടന്ന ആക്രമണം ഇതൊക്കെ കോൺഗ്രസിനെ ദോഷമാകുമായിരുന്നു എങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് ബാധിക്കേണ്ടതായിരുന്നു. ബാധിച്ചില്ല എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഫക്റ്റ് ഈസ് ഗോൺ ഓവർ. പ്രത്യേകിച്ച് UDF-ന് കരുതിടലാകാവുന്ന ഇത് മാറി. അതുകൊണ്ട് ഒരു നിക്ഷേപം എന്ന നിലയിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെ ചാരി ഷാഫി പറമ്പിലിൻ്റെ കരങ്ങൾ വെട്ടാം എന്നായിരുന്നു ഒരു പക്ഷേ ഇടതുപക്ഷം ആഗ്രഹിച്ചത്. അത് നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ തക്ക വൈഭവം കാട്ടുന്നു ഷാഫി പറമ്പിൽ. അവിടെയാണ് ഷാഫി പറമ്പിലിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ. അതുകൊണ്ട് ഇപ്പം ഇവിടെ ഉന്തും തള്ളുമുണ്ടായി, ഷാഫിക്ക് സംസാരിക്കാൻ അവസരം കിട്ടണമെന്നും പറഞ്ഞ് മൈക്ക് പിടിച്ചു വാങ്ങി എന്നൊക്കെയുള്ള നറേറ്റീവ് കൊടുക്കുമ്പോൾ അത് തീർച്ചയായും ഷാഫിക്ക് അനുകൂലമായി വന്ന ഷാഫി സംസാരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ നടന്ന ഒരു മീറ്റിങ്ങിൽ ഷാഫി കോൺഗ്രസ് രീതികളല്ലേ ഇതൊക്കെ കോൺഗ്രസിൻ്റെ രീതിശാസ്ത്രമല്ലേ? സാധാരണ ഒരാളും വേദിയിൽ സദസ്സിലേക്കാൾ കൂടുതൽ ആളുകൾ വേദിയിൽ നിൽക്കുന്ന ഒരു സംവിധാനമല്ലേ പലപ്പോഴും കോൺഗ്രസിന്. അതുകൊണ്ട് ആവേശക്കൂടുതലാകുമ്പോൾ അതിൻ്റെ വെയിറ്റ് താങ്ങാതെ വേദി പോലും തകർന്ന ചരിത്രമുണ്ട്. ആവേശ തിരത്തള്ളൽ എന്ന പ്രയോഗമല്ലേ ഇപ്പോൾ പറയുന്നത്? അതെ, തള്ളൽ ശരിയാണ്. അല്ല സാർ, അപ്പോൾ കോൺഗ്രസ് വളരെ ശക്തമായ തയ്യാറെടുപ്പ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ അതിൻ്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്ന സമിതിയുടെ നേതൃത്വം വഹിക്കുന്നത് ബെന്നി ബെഹനാനാണ്. ബെന്നി ബെഹനാനൊപ്പം എനിക്ക് തോന്നുന്നു കൊടിക്കുന്നിൽ സുരേഷുണ്ട്, ഡീൻ കുര്യാക്കോസ് ഉണ്ട്. അങ്ങനെ വളരെ ശക്തമായൊരു ടീം അതിന് തന്നെയുണ്ട് അല്ലേ? ബെന്നി ബെഹനാനെ ഉൾപ്പെടെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒന്ന് പരിഗണിച്ചതാണ്. ആന്റണിയെയും പരിഗണിച്ചു. അവസാനം നറുക്ക് വീണത് സണ്ണി ജോസഫിനാണ്. അപ്പം ബെന്നി ബെഹനാൻ കോൺഗ്രസിനുള്ളിൽ സമാദരണീയനായ ആളാണ്, ഉജ്ജ്വലനായ നേതാവാണ്, നല്ലൊരു കമാൻഡിങ് പവറുള്ള ഒരാളാണ്, എടുത്തു കാട്ടാൻ കൊള്ളാവുന്ന ആളാണ്. പക്ഷേ കത്തോലിക്ക സമുദായത്തിൽപ്പെടുന്ന ആളല്ല, യാക്കോബായിക്കാരനാണ്. ഇതൊക്കെ ഒരു കത്തോലിക്കന് പകരം മറ്റൊരു കത്തോലിക്കൻ വരികയാണെങ്കിൽ അത് ആന്റണിയാണ്. ആന്റണി പ്രത്യേക സാഹചര്യത്തിൽ മാറി നിൽക്കേണ്ടി വന്നാൽ ബെന്നി ബെഹനാന് അത് സാധിക്കും എന്ന രീതിയിലാണ് ചില കോംപ്രമൈസുകൾ. ഇതെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ രീതികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്തോറും അങ്ങനെയൊക്കെ ഉണ്ട്. ജാതിയുണ്ട്, മതമുണ്ട്, സമുദായമുണ്ട്, ഉപജാതിയുണ്ട്, ഉപസമുദായമുണ്ട്, ഡിനോമിനേഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം ഒരു കോംപ്ലക്സ് ബാലൻസിലാണ് കോൺഗ്രസിൻ്റെ ഒരു പോക്കെക്കാലത്തും. അല്ല എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. തിണ്ണ നിരന്നില്ല എന്ന് സതീശൻ പറയുമ്പോഴും തിണ്ണ നിരങ്ങില്ലായിരിക്കാം, തിണ്ണയിൽ വരും, ഇരിക്കും. നിരങ്ങുമോ ഇല്ലയോ എന്നത് ഒരു ക്വാളിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷെ അതിരിക്കാതെ പോവില്ല, ഇരുന്ന് പോവും. അതാണ്. അപ്പോൾ സോഫാർ നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് നാളേ ഉള്ളൂ തിരഞ്ഞെടുപ്പിന്. ഇപ്പോൾ ഇതുവരെ കോൺഗ്രസ് ഈസ് വെൽ പ്രിപ്പയർഡ് അല്ലേ? നിലവിലെ ജനങ്ങളുടെ വികാരം കൂടി നോക്കുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള സർവേകൾ അങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത്, സോഫാർ കോൺഗ്രസ് ഈസ് വെൽ പ്രിപ്പയർഡ് അല്ലേ? All stars are shining on UDF and Congress at the moment എന്ന് പറഞ്ഞാൽ എവിടെയാണ് പരാജയം? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസും UDF-ഉം ഉപതെരഞ്ഞെടുപ്പിലൂടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെയും അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെയും എല്ലാം കാട്ടിത്തന്ന ചിത്രം തൊടുന്നതെല്ലാം പൊന്നാകുന്ന ചിത്രമാണ്. ലോക്സഭയിൽ 20-18 സീറ്റുകൾ ജയിച്ചിരിക്കുന്നു UDF. അതുപോലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 14 ജില്ലയിൽ 7 ജില്ലയിലെയും ജില്ലാ പഞ്ചായത്ത്, അതുമാത്രമല്ല മഹാഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, അതുപോലെ മഹാഭൂരിപക്ഷം കോർപ്പറേഷനുകൾ, 6 കോർപ്പറേഷനുകൾ 4 ഇതെല്ലാം ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? അപ്പോൾ പിന്നെ അതിനൊക്കെ നേതൃത്വം നൽകിയത് VD സതീശനല്ലേ എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല ഒരു ഫൈറ്റർ ഇമേജും ഉണ്ട്. VD സതീശൻ പറഞ്ഞു, ഞങ്ങൾ പരാജയപ്പെട്ടാൽ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. ഇത്രയൊക്കെ ധൈര്യത്തിൽ പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. അവിടെയാണ് സതീശൻ ഫാക്ടർ വരുന്നത്. ആണൊരുത്തൻ ഏതവനാണ് എന്ന് ചോദിക്കാൻ പറ്റിയ ഒരാൾ അതാണ്. അല്ലാതെ സതീശന് മുൻകാലങ്ങളിൽ അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡൊന്നുമില്ല. അങ്ങനെ വിദ്യാർത്ഥി ജീവിതകാലത്തോ അല്ലെങ്കിൽ പൊതുജീവിത സമയത്തോ ഒന്നും അങ്ങനെ മുട്ടം വിട്ട് നിന്ന കണ്ണൂരിലെ K. സുധാകരനെ പോലെ ഒരു നായകനല്ല VD സതീശൻ. പക്ഷേ വൈകി അങ്ങനെ ഒരു പരിവേഷം എടുക്കുകയാണ്. അപ്പോൾ ഒരു ഫൈറ്റർ ഇമേജുള്ള കുറേ നേതാക്കൾ, ഷാഫി പറമ്പിലിൻ്റെ ഒരു സോഫ്റ്റ് മൈൽഡർ ബട്ട് ഫേം ഇമേജ് ഉണ്ട്. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഇമേജ് ഇപ്പോഴും ആ ഇമേജ് ഉണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ഭാഗമല്ല അദ്ദേഹം, അതുകൊണ്ടത് മാറി നിൽക്കട്ടെ. അപ്പം നല്ല സമ്പുഷ്ടമായൊരു നേതൃനിര ഉണ്ട് എന്ന് ജനങ്ങളെ കാട്ടുന്നു. അത് മാത്രമല്ല ഈ ആൻറ്റി ഇൻകംബൻസിയുടെ പ്രയോജനം ഉണ്ടാകേണ്ട സ്വാഭാവികമായി മുഖ്യ പ്രതിപക്ഷത്തിനല്ലേ? അപ്പം ഈ ഭരണവിരുദ്ധ വോട്ടുകൾ BJP-യിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ സ്വാഭാവികമായി എത്തിച്ചേരേണ്ടത് തിരുവനന്തപുരം
ജില്ലയുടെ തിരുവനന്തപുരം പട്ടണത്തിലെ സ്റ്റേറ്റ് മാറ്റി വെക്കാം. ഇവിടെ BJPക്ക് വലിയ വളർച്ചയുള്ള സ്ഥലമാണ്. അല്ലാത്ത ഇടങ്ങളിൽ UDFിലേക്ക് പോകും. അതിൻ്റെ മെയിൻ പ്രയോജനം ഉണ്ടാകേണ്ടത് കോൺഗ്രസിനാണ്. 93 സീറ്റിൽ കഴിഞ്ഞ തവണ മത്സരിച്ചു, 21 സീറ്റിലാണ് ജയിക്കാൻ കഴിഞ്ഞത്. ഇപ്രാവശ്യം സമാന എണ്ണം സീറ്റുകളിലോ കൂടുതൽ എണ്ണം സീറ്റിലോ കോൺഗ്രസ് മത്സരിക്കാൻ കേരള കോൺഗ്രസിൽ നിന്നും ഏതാനും സീറ്റുകൾ 2-3 സീറ്റുകൾ ഏറ്റെടുക്കുന്നു. അപ്പോൾ കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ 96 സീറ്റിൽ മത്സരിക്കാനുള്ള സാധ്യതയാണ് കാട്ടുന്നത്. അപ്പോൾ കൂടുതൽ എണ്ണം സിംഗിൾ ലാർജസ്റ്റ് കക്ഷിയായി വരികയും അത് UDFിലെ കൊച്ചു ഘടകകക്ഷികളുമായി കടുത്ത വിലപേശൽ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയും ഒക്കെ ഉണ്ടാകരുത് എങ്കിൽ കോൺഗ്രസിന് കംഫർട്ടബിൾ ഒരു നമ്പർ അവിടെ വേണം. കൃത്യം നമ്പർ മാത്രമാണ് ഭൂരിപക്ഷത്തിന് എങ്കിൽ ഘടകകക്ഷികൾ ദേ വിൽ എക്സ്ട്രാക്ട് പൗണ്ട് ഓഫ് ഫ്ലഷ്. ഇത് കോൺഗ്രസിന് അറിയാം. അതുകൊണ്ടാണ് സ്വന്തം നിലയിൽ തന്നെ ഏറെ സീറ്റുകൾ കോൺഗ്രസിന് നേടണം, അതിന് തക്ക ഒരു നേതൃത്വമാകണം എന്ന ചിന്ത കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുന്നതും അതിനുള്ള ഒരു പ്രതീകാത്മകമായ ചില നിലപാടുകളിലേക്കാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. മുഴുവൻ തന്നെ ചില സിംബോളിക് ഇമേജറീസാണ്. ചിലരെ പൊക്കിക്കാട്ടുന്നു, ജനങ്ങൾ അംഗീകാരം വാങ്ങുന്നു. അത് കോൺഗ്രസ് സാമാന്യം മുൻകാലങ്ങളിൽ കോളമാക്കുന്നൊരു പതിവുണ്ടായിരുന്നു. അതിനേക്കാൾ കുറച്ചുകൂടി മുൻപ് തന്നെ പ്രചരണം തുടങ്ങുകയും മുൻപ് തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുകയും ഒക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അതാണ് വാർ റൂമിൻ്റെ ഒരു ആകമാന ഒരു രീതിശാസ്ത്രം. തീർച്ചയായിട്ടും. എന്തായാലും കോൺഗ്രസ് ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെൽ പ്രിപ്പയർഡ് ആണ് എന്നുള്ള ഒരു തോന്നലാണ് ജനങ്ങൾക്കുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആകട്ടെ. കാരണം അവർക്ക് നല്ലൊരു ശതമാനം സീറ്റുകൾ മത്സരിക്കുന്നതിൽ വിജയിക്കേണ്ടതുണ്ട്. അത് ആ മുന്നണിക്കുള്ളിൽ തന്നെ കോൺഗ്രസിൻ്റെ തലയെടുപ്പിന് അനിവാര്യമായ ഒരു ഘടകമായിരിക്കും. അതൊന്ന്. രണ്ട്, നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ പിന്നീട് കുളമാക്കാതിരിക്കട്ടെ, അതിനുള്ള പക്വത അവരുടെ നേതൃത്വം കാണിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ലീഗിന് അടിപ്പെട്ടു കോൺഗ്രസ് എന്നുള്ള ആ ഒരു പ്രചാരണത്തിന് തടയിടണം എന്നുണ്ടെങ്കിൽ, ആ ഒരു നരേറ്റീവിന് തടയിടണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ശക്തമായ ഒരു ടീമായി വളരേണ്ടതുണ്ട്. ശക്തമായ ഒരു വിജയം നേടുവാൻ കെൽപ്പുള്ളവരാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ്. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.